ഹായ്, ഇന്ന് വൈകുന്നേരത്തെ ചായക്കൊപ്പം നല്ല ചക്ക കൂട്ടാനും കാന്താരി ചമ്മന്തിയും അതുപോലെ നല്ല നെയ്മത്തി പൊരിച്ചതും കൂടെ ആയിരുന്നു കേട്ടോ. നല്ലൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ രീതിയിലാണ് ഇന്ന് ചക്ക കൂട്ടാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പൊരിക്കാനും കൂട്ടാൻ വെക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിൽ തേങ്ങയും ജീരകവും ചെറിയുള്ളിയും കാന്താരിയൊക്കെ ചേർത്തിട്ട് നല്ലൊരു അരപ്പ് തയ്യാറാക്കലുണ്ട് കേട്ടോ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മളെ വീട്ടിൽ മഴയൊക്കെ ആകുമ്പോഴേക്ക് ചക്കയൊക്കെ തീർന്നു പോകും കേട്ടോ. അപ്പോൾ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയതാണ് ആയിരുന്നു കേട്ടോ ചക്ക. അപ്പോൾ അവിടെ മഴക്കാലത്താണ് ചക്ക ഉണ്ടാവാറ്. അപ്പോൾ നല്ലൊരു അടിപൊളി ചക്ക കൂട്ടാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ചക്കയൊക്കെ കട്ട് ചെയ്തിട്ട് ചുളപ്പറിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ അതിൽ കുരുവും ചവണിയൊക്കെ മാറ്റി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒരു സ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കട്ടോ. ഒരു വിസിലടിച്ചാൽ മതിയാവും. കുറച്ച് കാന്താരി മുളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാന്താരി ചമ്മന്തി ഉണ്ടാക്കാനും പിന്നെ ബാക്കി കുറച്ച് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. തേങ്ങ, ജീരകം, ചെറിയുള്ളി, 2 വെളുത്തുള്ളി പിന്നെ ബാക്കി കാന്താരിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു അരപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വെന്ത ഈ ചക്കയിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അരപ്പൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ചക്കക്കൂട്ടാൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് ചിക്കൻ കറിയോ മീൻ കറിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ളൊരു വിഭവമുണ്ട് ഇത്. നമ്മൾ കുട്ടികൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഡിഷ് കൂടിയാണ് കേട്ടോ ഇത്. കൂടെ ഞാൻ കുറച്ച് കാന്താരി ചമ്മന്തി കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് മത്തി ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ മത്തിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് വിളമ്പി എടുക്കാം കേട്ടോ. അപ്പോൾ ചക്കക്കൂട്ടാൻ ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് കാന്താരി ചമ്മന്തിയും പിന്നെ അത് മത്തിയും കൂടി കൂട്ടിയിട്ട് നമ്മളിത് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ചക്കയൊക്കെ പൊതുവേ കേടുവന്ന് പോവാറാണല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുകയും ചെയ്യും, ഹെൽത്തിനും വളരെ നല്ലതാണ്.